Hi friends, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ബീഫ് സ്റ്റൂ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നല്ല രുചിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ബീഫ് സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത ബീഫാണിത്. ആദ്യം തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരമാണ് ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 5 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മുടെ സ്പൈസസ് ഇവിടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാളയാണ്. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ സവാള നല്ലതുപോലെ വാടി വരണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ വലിയ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഉരുളൻകിഴങ്ങും ക്യാരറ്റും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇവിടെ ഇതിപ്പോൾ 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം. ബീഫ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. 2ാം പാൽ നമ്മളിവിടെ 2 കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2ാം പാൽ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീഫിൻ്റെ കൂടെ ഈ നാളികേരപ്പാലിൽ കിടന്ന് വേണം വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഉരുളൻകിഴങ്ങും ക്യാരറ്റും കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കുക്കായി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാതെ വേണം ഉരുളൻകിഴങ്ങും ക്യാരറ്റും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഉരുളൻകിഴങ്ങും ക്യാരറ്റും പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് അളവിലാണ് നമ്മളിവിടെ നാളികേരത്തിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവർ പോരാ എന്നുണ്ടെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇവിടെ ഇപ്പോൾ ബീഫ് സ്റ്റൂവിന് ഇതെല്ലാം കറക്റ്റ് പാകത്തിനാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബീഫ് സ്റ്റൂ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്